Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് പിങ്ക് ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ലസ് ആണ്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. ഇവിടെ ഞാൻ കോർക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഫിഷിംഗ് വയറാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബീഡ്സ് സെയിം കളർ. ഞാനൊരു പിങ്ക് ഷെയ്ഡുള്ള കളേഴ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, പല വലിപ്പത്തിലുള്ളത്. ഇതൊരു 4mm വരും, പിന്നെ 6mm വരുന്നത്, 8mm വരുന്നത്, 10mm വരുന്നത്, ആ ഒരു സൈസിൽ വരുന്ന മുത്തുകളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹുക്കും അത് കോർക്കാനുള്ള ഒരു ജമ്പ് റിങ്, പിന്നെ കട്ടർ, പ്ലെയർ, ഇത്രയൊക്കെയാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഫിഷിംഗ് വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. യംഗസ് വയർ, നല്ല കുറച്ച് തിന്നായിട്ടുള്ള സൈസ്, തിക്നെസ് കുറവുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ മാലയുടെ സൈഡിൽ നമ്മൾ കോർത്ത് കഴിയുമ്പോൾ ഈ ത്രെഡ് കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളർലെസ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള അത്രയും ലെങ്ത്തിൽ നൂല് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 110 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന പോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം രണ്ടറ്റം ഒപ്പം പിടിച്ച് ഈ ഹുക്കിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് ഇതിങ്ങനെ വലിച്ച് ആ ഇടയിൽ വരുന്ന മടക്കുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്കവിടെ ജസ്റ്റ് കൊക്കി ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക, കെട്ടൊന്നും ഇടണ്ട, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഏറ്റവും ചെറിയ സൈസ്, അതിൽ എടുത്ത് വെച്ചിരിക്കുന്ന മുത്തുകളിൽ ഏറ്റവും ചെറിയ മുത്തുകളാണ് ആദ്യം കോർക്കുന്നത്. അതൊരു 6 മുത്ത് ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു 4mm സൈസ് വരുന്ന മുത്ത് കോർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ബാക്കിൽ വരുന്ന ഭാഗത്താണ് ഇത് കോർക്കുന്നത്. ഇപ്പോൾ ഇത്രയും ചെറിയ സൈസ് മുത്ത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ കയ്യിൽ മുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെയിം കളർ വരുന്നത് കളക്ട് ചെയ്ത് പല വലുപ്പത്തിലായതേ ഉള്ളൂ. നമുക്ക് മെയിനായിട്ട് ഏറ്റവും വലിയ സൈസ് ഞാനിവിടെ എടുക്കുന്നുണ്ട്, 10mm, ആ മുത്തും പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം കോർക്കുന്ന ഒരു 6mm അല്ലെങ്കിൽ 4mm സൈസ് വരുന്നതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു 6mm, ഓക്കെ. ഇപ്പോൾ 4mm ആണ് നമ്മൾ ആദ്യം കോർത്തിരിക്കുന്ന മുത്ത് വരുന്നത്. ഇപ്പോൾ കോർത്തിരിക്കുന്ന 4 മുത്തും ഒരു 8mm സൈസ് വരുന്നതാണ്. ആ മുത്ത് വേണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിൽ വരുന്നത് സെയിം സൈസിലുള്ള മുത്ത് കോർത്താലും മതി, അതായിരിക്കും ഭംഗി. ഇനി നമ്മൾ കോർക്കുന്നത് 6mm സൈസ് വരുന്ന 2 മുത്താണ് ഒരു നൂലിൽ കോർക്കുന്നത്. അതായത് ഇത്ര നേരം നമ്മൾ 2 മുത്ത് ഒരുമിച്ച് കോർത്തു വന്നു. ആദ്യം 6 മുത്ത് കോർത്തു, പിന്നെ 4 മുത്ത് കോർത്തു. അതിനുശേഷം 2 ത്രെഡും സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ വേറെയാണ് കോർക്കുന്നത്. ഇതിൽ മുകളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ 2 മുത്തും താഴെ വരുന്ന നൂലിൽ 1 മുത്തും കോർത്തു. അതായത് ഏറ്റവും വലിയ സൈസുള്ള മുത്ത് താഴെ ഒരെണ്ണം കോർത്തു. മുകളിൽ അതിൻ്റെ നേരെ മുകളിൽ ഒപ്പം വരുന്നത് പോലെ നമ്മൾ 2 6mm സൈസ് വരുന്ന മുത്താണ് കോർത്തിരിക്കുന്നത്. അതിനുശേഷം 1 മുത്ത് കോർക്കുക. ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മറ്റേ നൂലും എടുത്തിട്ടൊന്ന് ഓവറായിട്ട് കോർക്കുക. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ 2 നൂലും ഒരു മുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടായിട്ട് അങ്ങനെ കോർത്തു. അതിനുശേഷം 2 നൂലിലും ഓരോ മുത്ത് കോർക്കുക. വീണ്ടും നമ്മളിപ്പോൾ കോർത്ത പോലെ ഒരു മുത്ത് 2 നൂലിലും കൂടി കോമൺ ആയിട്ട് കോർക്കുക. അപ്പോൾ കോമൺ ആയിട്ട് കോർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2 നൂലും കോമൺ ആയിട്ട് കുറച്ച് മുത്ത് കോർത്ത് വന്നു, അല്ലെ, ഒരു 10 മുത്ത് കോർത്തു. അതിനുശേഷം സെപ്പറേറ്റ് 2 നൂലിലുമാണ് കോർക്കുള്ളിൽ 2 മുത്ത്, താഴെ 1 മുത്ത് അങ്ങനെ കോർത്തു. 2 നൂലും കൂടി ജോയിൻ ചെയ്തിട്ട് 1 മുത്ത് കോർക്കുക. പിന്നെ 2ലും ഓരോ മുത്ത് വെച്ച് കോർത്തു. വീണ്ടും നമ്മൾ 1 മുത്ത് കോർത്തിട്ട് ആ 1 മുത്തിൽ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കോർക്കുന്നത്, സെയിം ഡയറക്ഷനിൽ ഒരുമിച്ചല്ല കോർക്കുന്നത്. 2 നൂലും വേറെ വേറെ കോർത്തു. നമുക്ക് ഇതുപോലെ കിട്ടി. അപ്പോൾ നമ്മൾ 1 കോർത്തു, 2 കോർത്തു, വീണ്ടും 1 കോർത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കോർത്ത പോലെ തന്നെ മുകളിൽ 2 മുത്ത്, താഴെ വരുന്ന നൂലിൽ ഒരു വലിയ മുത്ത്. കണ്ടോ, നമ്മൾ ഈ 4 മുത്ത് കോർത്തന്നെ മുമ്പ് കോർത്ത അതേപോലെ തന്നെ കോർക്കുകയാണ്. മുകളിൽ 2 മുത്ത് കോർക്കുക, താഴെ വരുന്ന നൂലിൽ വലിയൊരു മുത്ത് കോർക്കുക. അതിനുശേഷം വീണ്ടും 4 മുത്ത് ഇപ്പോൾ നമ്മൾ കോർത്ത പോലെ കോർക്കുകയാണ്. അപ്പോൾ സെയിം കളറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വേറെ ഏത് കളർ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കോർക്കുക. പക്ഷെ ഞാനിതൊരു ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഏതിലോ സെയിലിൽ കണ്ടതാണ് ഈ ഡിസൈന്. അതിലൊരു 300-400 രൂപയ്ക്ക് ഈ ഒരു മാലയ്ക്ക് വില വരുന്നുണ്ട്. അതിൽ സെയിം കളർ തന്നെയാണ് ഇതേപോലെ കോർത്തിരിക്കുന്നത്. യെല്ലോ കളറിൻ്റെ ഡിസൈനായിരുന്നു ഞാൻ കണ്ടത്. അത് കണ്ടപ്പോഴാണ് ഈ പാറ്റേണിൽ നമുക്കൊന്ന് കോർത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു പാറ്റേൺ. അതായത് നമ്മളിങ്ങനെ ഈ ഒരു ഡിസൈനിലൊക്കെ വേറെ കോർത്തിട്ടുണ്ട്, ഇതുപോലെ പല സൈസിൽ നമ്മൾ മിക്സായി കോർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അതായത് ഈ പാറ്റേണൊക്കെ കോമൺ ആയിട്ട് നമ്മൾ നിറയെ മാലകളിൽ ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ്, പുതിയതൊന്നുമല്ല. പക്ഷെ ഇതിൽ നമ്മൾ ആ മുത്തുകൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് വലിയ മുത്ത് താഴെ വരുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ഈ വലിയ മുത്തുകളെല്ലാം താഴെ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ആ
മേലെയും താഴെയും കോർത്ത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ആദ്യം കോർത്ത് 4 മുത്ത്, 1 കോർത്തു, 2 കോർത്തു, വീണ്ടും 1 കോർത്തു, വീണ്ടും മുകളിൽ 2 ചെറിയ മുത്ത്, താഴെ 1 മുത്ത്. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും 1 മുത്ത്, പിന്നെ 2 മുത്ത്, വീണ്ടും 1 മുത്ത് കോമൺ ആയിട്ട് കോർത്ത് ടൈറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര മുത്ത് നമുക്ക് കോർക്കാനുണ്ടോ അല്ലെങ്കിൽ എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ഇതേപോലെ കോർക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 1 2 3 4 5 6 7 7 വലിയ മുത്താണ് കോർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കോർത്ത് നമ്മൾ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഫസ്റ്റ് കോർത്തിട്ടില്ല അതേപോലെയുള്ള അതിപ്പോൾ ഇടയിൽ കോർത്തിരിക്കുന്ന മുത്തിനേക്കാൾ അടുത്ത സ്റ്റെപ്പ് വലിപ്പമുള്ള മുത്തുണ്ടല്ലോ അതൊരു 4 എണ്ണം കോർക്കാം. ഈ 4 വലിയ മുത്ത് കോർക്കണം എന്നില്ല. ഇപ്പം നമ്മൾ ഇടയിൽ കോർത്ത് വന്ന ആ ചെറിയ മുത്തുണ്ടെങ്കിൽ അതന്നെ കോർത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ അടുത്ത സൈസ് ഉള്ളതെടുത്ത് കോർക്കുന്നത്. ഈ 4 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഒരു 6 മുത്ത് ചെറുത് കോർത്തിട്ടുണ്ട്. ആ ചെറിയ സൈസ് വീണ്ടും ഇവിടെയും അതേപോലെ 6 മുത്ത് കോർക്കുക. കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഹുക്ക് കോർത്തിട്ടുണ്ട്. അപ്പോൾ അത് കോർക്കാനായിട്ടൊരു കണ്ണി ഇവിടെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കണ്ണി കോർക്കാം. ഞാനിവിടെ ഒരു ജംബറിങ് എടുത്തിട്ട് ഈ നൂലിൽ കോർക്കുന്നുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് കോർക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈസി ആയിട്ട് ഈ 2 നൂലുണ്ടല്ലോ അതിൽ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ജംബറിങ് എടുത്താൽ മതി. എന്നിട്ട് 2 നൂലും കൂടി കൂട്ടിക്കെട്ടുക. 2-3 കെട്ടൊക്കെ കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ അറ്റത്ത് ഒന്ന് ഫയറിൽ കാണിച്ചൊന്ന് ഉരുക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അഴിഞ്ഞ് വരാതെ ഇരുന്നോളൂ. പിന്നെ ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ഹുക്ക് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ 2 ഭാഗത്ത് കൂടി ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യുന്നത്, ആ സ്ക്രൂ ആ ഹുക്ക് എങ്ങനെയാണ് കോർക്കുക എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് ചെയ്ത് ഈ മാലയിൽ കാണിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ അങ്ങനെയുള്ള ഹുക്കൊന്നും നിലവിൽ എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ ഞാനൊന്ന് തപ്പി നോക്കട്ടെ, അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ 2-3 കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സേഫായി. അതിന് ശേഷം ഒന്ന് ഉരുക്കുക. ഞാൻ പറഞ്ഞല്ലോ കെട്ടിട്ട് കഴിഞ്ഞ് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ മാച്ചായിട്ട് കമ്മൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ വലിയ മുത്തുണ്ടല്ലോ ഏറ്റവും താഴെ വരുന്നത് അത് മാത്രമായിട്ട് നമുക്ക് ഒരു ഐപ്പിനിലോ അല്ലെങ്കിൽ ഒരു ഹെഡ് പിന്നിലോ മാത്രം കോർത്തിട്ട് ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇയർ ഹുക്കിലൊക്കെ കോർത്ത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം. ആ ഒരു ഡിസൈൻ നമ്മൾ സെപ്പറേറ്റ് പേൾ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും താല്പര്യമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കാൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.